അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് അബൂ ഹാസിമിനെ തൊട്ട് മഹാനവറുകൾ ചൊല്ലി കുന്തു ഖൽഫ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു വഹുവ യതവല്ലഉ ലിസ്സലാത്തി. പറഞ്ഞാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വുളു എടുത്തോണ്ടിരുന്ന് ನಾನು അദ്ദേഹത്തിന് പിന്നിൽ നിന്നിട്ട് നോക്കിക്കൊണ്ടിരുന്നെ. ഫകാന യമുദ്ദു യദഹു ഹത്താ യബ്ലുഗ ഇബ്തഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വുളു എടുക്കുമ്പോൾ എല്ലാം നീട്ടിട്ട് കളിക്കൊണ്ടിരുന്നത്. ഹത്താ യബ്ലുഗ ഇബ്തഹു കൈ കൽകുമ്പോൾ തൊക്കുള്ളിൽ അഥവാ കുഞ്ചിരമേ തന്നി ബീറ്റിക്കൊണ്ടിരുന്നത്. ഫഖുൽതു ലഹു നാ കേട്ട യാ അബാ ഹുറൈറ മാ ഹാദൽ വുളു. ഓ അബൂ ഹുറൈറ, ഇതെന്താ നിങ്ങൾ വുളു എടുക്കടേ? നിങ്ങൾ കൈ കൽകുമ്പോൾ സാധാരണ മുട്ടിൽ പിന്നല്ല കൽകടേ, അപ്പോൾ ഇത് മുട്ടാൻ മേലെ തന്നെ നിങ്ങൾ ബീറ്റിക്കൊണ്ടുള്ളാറല്ലേ? അപ്പോൾ ചെന്ന് സമീഅതു ഖലീലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു തബ്ലുഗുൽ ഹില്യതു മിനൽ വുളൂഇ മിനൽ മുഅ്മിനി ഹൈസുൽ വുളൂ. മുഅ്മിനായ മനുഷ്യ അദ്ദേഹത്തെ വുളു എടുത്ത കാരണത്തിനാൽ അയാൾ സ്വർഗലോകത്തിൽ ആഭരണ അള്ളാഹു ധരിപ്പിക്കട. ആ ധരിപ്പിക്കുമ്പോൾ എവിടെല്ലാം ഉളുടെ തന്നെ എത്തിയിട്ട് അവിടെയെല്ലാം എന്താവും അദ്ദേഹത്തിന് അള്ളാഹു ആഭരണം ധരിക്കട. അപ്പോൾ സ്വർഗലോകത്തിൽ മുഅ്മിനായ മനുഷ്യന്മാർ കടന്നിട്ടായെങ്കിൽ അവിടെ ആണ് പെണ്ണ് വ്യത്യാസമില്ലാണ്ട് അള്ളാഹുടെ വിശേഷമായ ആഭരണങ്ങൾ, ഇനി സാധാരണ പെണ്ണിങ് ധരിക്കുന്ന ആഭരണങ്ങൾ ആണിങ്ങവും ധരിക്കപ്പെട്ടു. അത് വേറെ ഒരു ശൈലി ആയിരിക്കും, അതൊരു ചന്തമേ വേറെ ആയിരിക്കും. അന്നങ്ങനെ തിരിച്ച പോലെ അല്ല എങ്കിൽ ആ ആഭരണം ധരിക്കുന്നത് മനുഷ്യന്മാർക്ക് എങ്ങനെ എത്ര ഗാത്രത്തിൽ അങ്ങനെ ഉളുവെടുത്ത് ആ തന്നി എവിടെല്ലാം എത്തിര് അവിടെയെല്ലാം ആഭരണത്തെ ധരിക്കപ്പെട്ട്. അതുകൊണ്ടായിരിക്കുന്നതാണ് തെല്ലെന്താക്കടെ ഉളു എടുക്കുമ്പോൾ തെല്ല് നീട്ടിട്ട് കലക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അങ്ങനെ ആയിരിക്കും പരിപാടി തന്നിട്ട്. അപ്പോൾ ഉളു എടുക്കുമ്പോൾ സാധാരണ മുട്ടിൽ പിന്നെ ആയിരിക്കും തന്നി വീത്തരെ, മുട്ടിന് പിന്നെ തന്നി എങ്കിൽ ഞാൻ തെല്ല് ആരമേ വീറ്റിയിട്ടുള്ളത് ഈ വീറ്റുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടി തന്ന ആ കാര്യത്തിൽ വേറെ ആയിട്ടിട്ട് എവിടെല്ലാം ഉളു എടുക്കുന്ന തന്നെ എത്ര അവിടെയെല്ലാം എന്താവുള്ളൂ മനുഷ്യന്മാർക്ക് ആഭരണത്തെ ധരിക്കപ്പെട്ടത്. അപ്പോൾ കൈ കൽകുമ്പോൾ നീട്ടിട്ട് ഏറെ കൽകാം ചെന്നെങ്കിൽ മുട്ട മേലെ തന്നി വീത്ത, കാൽ കൽകുമ്പോൾ നീട്ടിട്ട് കൽകുക, മുഖം കൽകുമ്പോൾ നീട്ടി കൽകുക. അങ്ങനെ കൽകിയിട്ടായെങ്കിൽ അവിടെല്ലാം നമുക്ക് ആഭരണത്തെ അള്ളാഹു തണ്ട ധരിക്കടാട്ട് ഇതിൽ മനസ്സിലാവും. എന്നൊരു ഹദീസ് കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അത്തൽ മക്ബറത്ത ഒരു മക്ബറത്തെ മുട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ബണ്ട് ഖബർസ്ഥാന മുട്ട വന്നിട്ട് അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ ചെന്നൊരു സലാമു ചെല്ലും. എന്നിട്ട് ചെല്ലു വദിത്തു അന്ന ഖദറ ഐന ഇഖ്വാനന, ನಾನು ನನ್ನ സഹോദരന്മാരെ കാണുമെന്നൊക്കെ ഭാര്യ ആശായിട്ടുണ്ടു. അവലസ്ന ഇഖ്വാനക്ക യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങളെ സഹോദരന്മാരല്ലേ, നിങ്ങളെ ചങ്ങായിമാർ ഞങ്ങളല്ലേ എന്ന് കേട്ടപ്പോൾ അന്തും അസ്ഹാബി, നിങ്ങൾ എൻ്റെ സ്വഹാബത്തായിട്ട് കിടാറ്, എൻ്റെ ചങ്ങായിമാർ ഇന്ന് എൻ്റെ മുട്ട അങ്ങ് എത്തിയിട്ടില്ല. ഖിയാമത്ത് നാൾ തോൽ പണ്ടതായ മുഅ്മിനീങ്ങൾ എൻ്റെ ചങ്ങായിമാരുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലു. അപ്പോൾ സ്വഹാബത്ത് കേൾക്കുന്നത് കൈഫ തഅരിഫു മല്ലം യഅതി ബഅദു മിൻ ഉമ്മത്തിക, നബിയെ നിങ്ങളോട്ട് വന്ന് ചേരാത്ത നിങ്ങളെ പിന്നെ പണ്ടതായ നിങ്ങളെ ഉമ്മത്തിൽപ്പെട്ടതായ മുഅ്മിനീങ്ങൾ നിങ്ങൾ എങ്ങനെ അറിയിടാറ്? നല്ല ആഖിറത്തിൽ നിങ്ങൾക്ക് എങ്ങനെ കുർത്ത കിട്ടു? നല്ല പരലോകത്തിൽ ചെമ്മ സമുദായത്തെ ആൾമാറിക്കിടാറ്. മൂസാ നബി അലൈഹി സ്വലാമിലെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലെ, നൂഹ് നബി അലൈഹി സ്വലാമിലെ എല്ലാം നബിമാരെ സമുദായങ്ങൾ കോട്ടിക്കെട്ടിൽ ആൾമാറിക്കുമ്പോൾ നിങ്ങളെ ഉമ്മത്തിങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ കുർത്ത കിട്ടും നബിയെ എന്ന് കേട്ടപ്പോൾ അവിടെ നിന്ന് ചെന്ന് അറൈത ലൗ അന്ന റജുലൻ ലഹു ഖൈലുൻ ഗുർറുൻ മുഹജ്ജലത്തുൻ ബൈന ലഹ്റൈ ഖൈലിൻ ദുഹുമിൻ അലാ യഅരിഫു ഖൈലഹു. കുറേ കുതിരങ്ങ ഉണ്ട് ആളുകൾ, ആ കുറേ കുതിരങ്ങ അത് കറുത്ത കുതിര ആയെങ്കിൽ ആ കുതിരയുടെ ഇടയിൽ കുറേ ബെൽത്ത് കുതിര ഉണ്ടെങ്കിലായെങ്കിൽ അയാളുടെ ബെൽത്ത് കുതിരയുടെ കുർത്ത കിട്ടില്ലേ എന്ന് കേട്ടത്. അലാ യഅരിഫു ഖൈലഹു, ആ ബെൽത്ത് കുതിരയുടെ ഇടയിൽ, ആ കറുത്ത കുതിരയുടെ ഇടയിൽ അയാളുടെ ബെൽത്ത് കുതിര അയാൾ കുർത്ത കിട്ടില്ലേ എന്ന് കേട്ടത്. ഖാലു ബലാ യാ റസൂലല്ലാഹ്, ಖಂಡಿತ ಗುರ್ತ ಗಿಟ್ಟರು. ಬರೇ
കറുത്ത കുതിരയുടെ ഇടയിൽ ഒരു വെളുത്ത കുതിര ഇതിന് കുർത്തക്കിടണ്ടേക്കട കുർത്തക്കിട്ടു ഫൈന മിഅത്തു ഖുർറം മുഹജ്ജലീൻ മിനൽ ഉളൂഇ വാന ഫറത്തുഹും അൽ ഹൗൽ. കണ്ടിത്തായിട്ടും എൻ്റെ സമുദായത്തെ മുഅ്മിനീങ്ങളായ ആൾമാർ അങ്ങ് കൈക്കാൽ വെളുത്തങ്ങാണ്ട് അങ്ങനെ നല്ല ആഹ്റത്തിൽ വിളിക്കപ്പെട്ടു. അങ്ങ് ആ നിലക്കായിരിക്കരുത് പണ്ട് അതിൻ്റെ മേൽ ഉളുവിൻ്റെ കാരണം കൊണ്ടായിരിക്കരുത് അങ്ങ് ഉളുവെടുത്ത കാരണം കൊണ്ടും അതിലെ കൈക്കാൽ മുഖത്ത് അള്ളാഹു വിശേഷമായ ഒരു ഷൈനിങ് അള്ളാഹു ഇട്ട് കൊടുക്കട. അത് കാരണമായിട്ട് അങ്ങനെ നക്കുന്നവിടെ വൃത്തിക്കിട്ടിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചെല്ല് ನಾನು അങ്ങനെ ഹൗലുൽ കൗസര മുട്ട കാത്തൊണ്ടിക്കടയായിട്ട് നബി തങ്ങ ചെല്ല്. അപ്പോൾ നിങ്ങൾക്കുണ്ടായ ഉളു ആ ഉളുവിൽ തന്നെ അത് വലിയൊരു നിങ്ങൾക്ക് ഫായ്ദ ഉണ്ടാക്കുന്നത് പരലോകത്തിൽ നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നോട്ട് വന്നിട്ട് നിങ്ങളെ ഉമ്മത്തിയും ചെല്ലവും പരിചയപ്പെടുത്തവും അത് കാരണമാണ്. കാരണം നിങ്ങളെ മുഖ കൈക്കാലുകളെല്ലാം വലിയ ഷൈനിങ് അല്ലാഹു തണ്ട. അതോടുകൂടെ നല്ല പരലോകത്തിൽ സ്വർഗ്ഗലോകത്ത് കടന്നെങ്കിൽ നിങ്ങളെ ഉളുടെ തന്നെ എത്ര നിങ്ങൾ നീട്ടി കൽകണമോ അത്രത്തോളം നിങ്ങൾക്ക് പിന്നെ ആഭരണത്തെ അള്ളാഹു ഇട്ട് തണ്ട ശൃംഗാറാക്കടാണ്ട്. ಅದರ್ಥ ತಣ್ಣೀರು ವೇಸ್ಟ್ ಹಾಕೊಂಡಲ್ಲ ತಣ್ಣಿ ಕಲ್ಗಮೋ ಮೂನೇ ಬಟ್ಟ ಕಲ್ಗೋಣ. ಅದೇ ಸಂದರ್ಭದಲ್ಲಿ ಕಲ್ಗಮೋ ತೆಲ್ಲ ನೀಟಿ ಕಲ್ಗೋಣ ಮೊಗಲದೆಲ್ಲ ನೀಟಿಟ್ಟು ಕಲ್ಗ ಕೈ ಕಾಲಲ್ಲಿ ತೆಲ್ಲ ನೀಟಿ ಕಲ್ಗ ಅದು വലിയ ഫായ്ദ നമുക്ക് ഉണ്ടാക്കുന്നു. അള്ളാഹു ആ കൂട്ടത്തിൽ അങ്ങനെ പെടുത്തുന്ന അനുഗ്രഹിക്കട്ടെ. എല്ലാ ഏർപ്പാടിനും വഴിപാട്ടിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആഫത്തും മുസീബത്തൊട്ട് ഞങ്ങൾ കുടുംബത്തെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെ ഉമ്മ ബാപ്പമാർക്ക് അള്ളാഹു ദീർഘായുസ്സുള്ള ആഫിയത്ത് കൊടുക്കട്ടെ. അങ്ങ് മരിച്ചിട്ട് അള്ളാഹു അങ്ങനെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. ആമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്.